കൊച്ചിയിൽ ഫുട്ബോൾ അംഗം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കും. മഴ ഭീഷണി നിലവിലുണ്ടെങ്കിലും കളി ആവേശത്തിന്റെ അത്യുന്നതിയിലാണ് കൊച്ചിയിലെ ഫുട്ബോൾ ആരാധകർ. വിവരങ്ങളുമായി അനന്ത് കെ ജയചന്ദ്രൻ നമ്മോടൊപ്പം തത്സമയം ചേർന്നുണ്ട്. അനന്ത്, ഫുട്ബോളിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ട് കൊച്ചി നിൽക്കുകയായിരിക്കും. അതിന്റെ ആവേശം സ്വാഭാവികമായും അനന്തിലും ഉണ്ടാകും. എങ്ങനെയാണ് മത്സരത്തിന്റെ ഈ അവസാന മണിക്കൂറുകളിൽ എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? സൗമ്യ, ISL ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി 3 മത്സരങ്ങൾ കഴിഞ്ഞെങ്കിലും മലയാളികൾ ഔദ്യോഗികമായി ഇന്ന് ISL ആരംഭിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അല്പസമയത്തിനകം ഇവിടെ പ്രാക്ടീസിനായി എത്തും. ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരങ്ങളും എത്തും. ഇപ്പോൾ അധികൃതർ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആവേശം അണപൊട്ടി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ആരാധകർ എത്തി തുടങ്ങിയിരിക്കുന്നു. 4 മണി തൊട്ട് മാത്രമേ പോലീസിൻ്റെ കൺട്രോളിലാണ് ഇവിടുത്തെ എൻട്രൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 മണി തൊട്ട് മാത്രമേ ആരാധകർക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കൂ എന്നുള്ളതുണ്ട്. ഒപ്പം തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ, കേരളത്തിനും കൊച്ചിക്കും ഒരേപോലെ ആവേശമായി സച്ചിൻ ടെണ്ടുൽക്കർ 3:30 നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങും. ശേഷം അദ്ദേഹം ടീം അംഗങ്ങളെ കണ്ടതിന് ശേഷം 6 മണിയോടുകൂടി ഈ വാതിലൂടെയായിരിക്കും സച്ചിൻ ടെണ്ടുൽക്കർ കടന്നു വരുന്നത്. ഈ വാതിലൂടെയായിരിക്കും. ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരമായ ഉടമയായ ജോൺ എബ്രഹാം അദ്ദേഹവും ഒരു പക്ഷേ ഇവിടെ എത്തിയേക്കാമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് സൂചന. ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മഴ ഭീഷണി വളരെയധികമായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ പെയ്തിരുന്നു. ഒപ്പം തന്നെ കളിക്കളമാകെ ആകെ മൊത്തം കുതിർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ ഇപ്പോൾ അതിനെയെല്ലാം വെല്ലുന്ന വെയിലാണ്. ഇവിടെ കനത്ത ചൂട് കൊണ്ട് വേർക്കുകയാണ് കൊച്ചി. ഇപ്പോൾ ഒരുപക്ഷെ മഴയുടെ ഭീഷണി എല്ലാം തന്നെ കുറഞ്ഞു എന്ന് വേണം പറയാൻ. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഏകദേശം വൈകിട്ടോടുകൂടി ചെറിയൊരു മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ കനത്ത മഴ അത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ആരാധകനിലേക്ക് നമ്മൾക്ക് പോകാം. എങ്ങനെ ഇന്നത്തെ മാച്ചിനെ കാണുന്നു? ഇന്ന് നമ്മൾ നല്ല കളി കളിക്കും, നമ്മുടെ പിള്ളേർ ഗോൾ അടിക്കും. ഇയാൻ ഹ്യൂമിൻ്റെ ഒരു കുറവ് കാര്യമില്ല, അതിലും നല്ല പിള്ളേർ വന്നിട്ടുണ്ട്. ക്രിസ് ഡഗ്നലും സാഞ്ചസ് വാട്ടും അതെല്ലാം നികത്തും. എത്തും, അതൊന്നും പേടിക്കാനില്ല. ധൈര്യമായിട്ട് കളിച്ചോളാം പറ പിള്ളേരോടെല്ലാം. തീർച്ചയായും അത് തന്നെയാണ്. ആരാധകർ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരാധകർ ഈ വെയിലിനെ അവഗണിച്ച് പോലും ആരാധകർ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആവേശം തുടങ്ങിയിട്ടുണ്ട്. അധികൃതർ ഏകദേശം എത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം കണക്കാക്കുന്നത് കേരളം ഇന്ന് ഇതിൻ്റെ കപ്പാസിറ്റിയായ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റിയായ 62,000-ഓളം ജനങ്ങൾ, 62,000-ഓളം ആരാധകർ ഇന്ന് കൊച്ചിക്ക് വേണ്ടി ആർപ്പ് വിളിക്കാൻ ഇവിടെ ഉണ്ടാകും. സച്ചിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ ഇവിടെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സൗമ്യ, അനന്ത് ആണ് വിവരങ്ങൾ നൽകിയത്.